ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഒരു അമ്മ അവിടെ ഇരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്ന കണ്ടില്ലേ? ഇത് കണ്ടിട്ടും കാണാതെ പോകാൻ എനിക്ക് പറ്റിയില്ല. ഹരിപ്പാട് വന്നപ്പോഴത്തേക്കും റോഡ് സൈഡിൽ ഒരു അമ്മ ഇന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്ന കണ്ടു. ഞാൻ അമ്മയുടെ അടുത്തോട്ടൊന്ന് വന്നേ, ആ അമ്മയാണ് ഇത്. എല്ലാ ദിവസവും ലോട്ടറി തീരുമോ അമ്മ? എല്ലാ ദിവസവും തീരത്തില്ല, ചില ദിവസമൊക്കെ മിച്ചം വരും. ചിലപ്പോ 15 7 ഒക്കെ മിച്ചം വരും. മിച്ചം വരുന്ന നമ്മുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് ചിലവാക്കേണ്ടി വരും. ആ കാശ് ആണോ? എല്ലാരും വന്ന് ടിക്കറ്റ് എടുത്ത് അമ്മയെ സഹായിക്കുന്നുണ്ടോ? ഒത്തിരി പേരൊക്കെ വരുന്നുണ്ട്. എന്നാലും അടിക്കുന്നത് കുറവാ, അതുകൊണ്ട് വലിയ പാടാ ഇപ്പൊ വിൽക്കാൻ. 50 രൂപ ആക്കിയതിന് ശേഷം ഭയങ്കര പാടാ വിൽക്കാൻ. ഒരാള് വന്നു എന്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്തു, 6 ലോട്ടറി ഒന്നിച്ചെടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞ് ഗൂഗിൾ പേ ഇങ്ങനെ കാണിച്ചിട്ട് അയാൾ വിട്ടങ്ങ് പോയി. ഞാൻ കേറിയില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല, കേൾക്കാതെ വെച്ച് പിടിച്ചങ്ങ്. അമ്മ ഇതേപോലെ ആരും പറ്റിക്കരുതേ. ജീവിക്കാൻ വേണ്ടിട്ട് റോഡ് സൈഡില് വണ്ടി പണിയെടുക്കുന്നതാ, വെയിലും കൊണ്ട് പണിയെടുക്കുന്നതാ. ആ സമയത്ത് അമ്മയുടെ ലോട്ടറി മേടിച്ചിട്ട് പൈസ കൊടുക്കാതെ ഒരുത്തൻ അമ്മയെ ചതിച്ചിട്ട് പോയെന്നാ അമ്മ പറയുന്നത്. അങ്ങനെ ആരും ചെയ്യല്ലേ, ഇതാണൊരു ജീവിത മാർഗം. ചേട്ടനാണെങ്കിൽ ഓട്ടോ ഉണ്ട്, ഓട്ടോ ഒക്കെ കുറവാന്നാ പറഞ്ഞത്. 2 മക്കള് പഠിക്കുന്നുണ്ട്. അമ്മ ഈ അടുത്ത വീട് വെച്ചത്, കാലിന് സുഖമില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ അമ്മയെ കാണുമ്പോഴത്തേക്കും ഒരു ലോട്ടറിയെങ്കിലും എടുത്ത് സഹായിക്കാമല്ലോ. അമ്മ ഒരു പെൻഷന് വേണ്ടിയിട്ട് ചെറുതന പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ട് അവിടുത്തെ അധികാരികൾ പറഞ്ഞത് 5 വർഷത്തേക്ക് എഴുതി തന്നത്. 5 വർഷത്തേക്ക് ഡോക്ടർ എഴുതി കൊടുത്തത്. 5 വർഷത്തേക്ക് എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല. മഴയും കാറ്റും ഒക്കെ വരുമല്ലേ, വെയിലും ഉണ്ട്. അതിന് ഒരു കുട കിട്ടിയപ്പോഴാണ് അത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന ആരെയാലും മതി. എന്റെ കയ്യിൽ നിന്ന് കാറ്റടിച്ച് അത് തെറിച്ചു പോയി. അവിടെ ചെന്ന് ആ കമ്പിയെ ചെന്ന് ഇടിച്ച് കുട അങ്ങ് കീറിപ്പോയി. പിന്നെ എന്റെ കയ്യിലിരുന്ന കാശ് കൊടുത്തത് എനിക്ക് ഒരു കുട 250 300 രൂപയ്ക്ക് ഒരു കുട മേടിച്ചത്. പക്ഷെ അത് എനിക്ക് വലിയൊരു കുട മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അമ്മയ്ക്കൊരു കുട വേണമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മയുടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കി. നീ എന്തായാലും അമ്മയുടെ അടുത്തോട്ട് എന്തായാലും തിരിച്ചു വരും. അപ്പൊ അമ്മയ്ക്ക് വേറെ ആരും ചെയ്തു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ തന്നെ ആ കാര്യം ഞാൻ ചെയ്തു കൊടുക്കും. സഹിക്കാൻ മേലാത്ത ചൂടിന് കുട കിട്ടിയത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷം, അത്രയ്ക്ക് സന്തോഷം. ഒരുപാട് ഉണ്ടാകട്ടെ.